ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. പി.വി. അൻവർ ഇ.ഡി. ഓഫീസിൽ KC വായ്പാ തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യൽ. രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, എപ്പോഴാണ് പി.വി. അൻവർ എത്തിയത്? എന്താണ് വിവരങ്ങൾ? മധു, അല്പസമയം മുമ്പാണ് പി.വി. അൻവർ ഇ.ഡി. ഓഫീസിൽ ഹാജരായത്. നേരത്തെ 2 തവണ പി.വി. അൻവറിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ ഘട്ടത്തിൽ ആരോഗ്യകരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹാജരാകാതിരിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു രണ്ടാമത്തെ നോട്ടീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കാരണവും പി.വി. അൻവർ വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്നാണ് ഇന്ന് പി.വി. അൻവർ ഇ.ഡി. ഓഫീസിൽ എത്തിയിരിക്കുന്നത്. KFC വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാൻ പോകുന്നത്. നേരത്തെ വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള റെയ്ഡ് പി.വി. അൻവർ വീട്ടിലടക്കം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളടക്കം ഇ.ഡി. നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് KFCയിൽ നിന്ന്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഒരേ വസ്തു തന്നെ ഈട് വെച്ചുകൊണ്ട് 2 തവണയോളം വായ്പ എടുത്തു. അങ്ങനെ 12 കോടിയോളം രൂപ വായ്പ എടുത്തിട്ട് തിരിച്ചടവ് ഉണ്ടായില്ല. ഏകദേശം 22.5 കോടിയോളം രൂപ KFCക്ക് നഷ്ടമുണ്ടായി എന്നതാണ് കേസ്. ഇതോടൊപ്പം KFC ഉദ്യോഗസ്ഥരുടെ അടക്കം ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള ലോൺ അനുവദിക്കുകയും ഒക്കെ ചെയ്തത് എന്നതായിരുന്നു ഇ.ഡിയുടെ കണ്ടെത്തൽ. ബെനാമി ഇടപാടുകളിലൂടെ അല്ലെങ്കിൽ ബെനാമി രീതിയിലൂടെയാണ് ഈ വായ്പ സമ്പാദിച്ചതെന്നും അതോടൊപ്പം തന്നെ ഈ വായ്പ വകമാറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ ഇ.ഡി. പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ പി.വി. അൻവറിന്റെ സ്വത്തുവകളിൽ വലിയ തോതിലുള്ള വർധന, ഒരു അബ്നോർമാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട അസറ്റുകളിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ബോധ്യമായിരുന്നു. അങ്ങനെ ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ ആംഗിൾ ഉൾപ്പെടെ ഇ.ഡിക്ക് മുന്നിലേക്ക് വരികയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് 2 തവണ നോട്ടീസ് നൽകിയത്. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ മുൻ MLA കൂടിയായിട്ടുള്ള പി.വി. അൻവർ, തൃണമൂൽ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ ഹാജരായിരിക്കുകയാണ്. പി.വി. അൻവറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഇന്ന് നിർണായകമായ തെളിവുകൾ ശേഖരിക്കുകയുണ്ടായി. അതിനുശേഷം ചോദ്യം ചെയ്യാൻ 2 തവണ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഹാജരായില്ല. ഇനിയും ഹാജരാകാതിരുന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന് അൻവർ തിരിച്ചറിഞ്ഞോ? തീർച്ചയായും. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഹാജരാകാതെ വന്നാൽ ഇ.ഡിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാം. മറ്റൊരു കേസിൽ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു നീക്കം ഇ.ഡി. നടത്തിയതേ ഉള്ളൂ. അതായത് ഹാജരാകാതിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇ.ഡി. സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള നീക്കം അൻവറിന്റെ കേസിന് ഒരുപക്ഷെ ഉണ്ടാകാമെന്ന് അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. മാത്രമല്ല, 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും അൻവറിന്റെ നിലപാടെന്ന് പറയുന്നത് തനിക്ക് ആദ്യം നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അൻവർ ആരോഗ്യകരമായിട്ടുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് ഇ.ഡി. വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മാത്രമല്ല, ഇന്നലെ ഹാജരാകാൻ, അങ്ങനെ ഡേറ്റിട്ട് 7-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഇന്നലെയും ഇ.ഡി. ഓഫീസിൽ പി.വി. അൻവർ വന്നിരുന്നില്ല. അതിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് 8-ാം തീയതി രാവിലെ ഇ.ഡി. ഓഫീസിൽ പി.വി. അൻവർ ഹാജരായിരിക്കുകയാണ്. KFC വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് ഇ.ഡി. ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. അതിൽ പി.വി. അൻവറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നതാണ് ഇ.ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. അത് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു വാർത്താക്കുറിപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരുന്നു. കാരണം റെയ്ഡിന് പിന്നാലെ KFC ഉദ്യോഗസ്ഥരുടെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒത്താശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അൻവറിന് അല്ലെങ്കിൽ ഇ.ഡിക്ക് മുന്നിലേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബെനാമികളെ ചോദ്യം ചെയ്തു എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ പി.വി. അൻവറിലേക്ക് ഇപ്പോൾ ഇ.ഡി. എത്തുകയാണ്. ഇതോടൊപ്പം തന്നെ KFC ഉദ്യോഗസ്ഥരെയും ഇ.ഡി. ചോദ്യം ചെയ്യും എന്നതാണ് വ്യക്തമാകുന്നത്. ശരി, രാഗനാണ് വിവരങ്ങൾ നൽകിയത്. KFC വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ.ഡി. അന്വേഷണം കുറച്ചുകൂടി ഗൗരവകരമാവുകയാണ്. 2 തവണ നോട്ടീസ് നൽകിയിട്ട് ഹാജരാകാതിരുന്ന പി.വി. അൻവർ ഇപ്പോൾ ഇ.ഡി. ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. കൊച്ചി ഇ.ഡി. ഓഫീസിലാണ് അൻവർ എത്തിയിരിക്കുന്നത്.